പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവേണൻസിന്റെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ തുടർന്ന് അങ്ങോട്ട് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. കേരളവുമായി ബന്ധപ്പെട്ട സ്ഥിതി വിവര കണക്കുകളെ കുറിച്ചാണ് പഠിക്കുക. അതിൽ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ജനസംഖ്യാപരമായ കുറച്ച് കാര്യങ്ങൾ. ജനസംഖ്യാ കണക്കെടുപ്പ് 2021 നടക്കേണ്ടതായിരുന്നു, പക്ഷെ അത് നടന്നിട്ടില്ല. 2026 കൂടിയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിലവിലെ സ്ഥിതിവിവര കണക്ക് സെൻസസ് എന്തിന്റെ അടിസ്ഥാനത്തിലാ? 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, നമുക്ക് ആരംഭിച്ചാലോ? യെസ്, നമുക്ക് ആരംഭിക്കാം. സാമൂഹികം 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3,34,06,061. ആ നമ്പർ അങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിച്ചേക്കാം. 3,34,06,061 പേരാണ്. ആകെയുള്ള ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% കേരളത്തിലെ ജനസംഖ്യ. ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 13ാമതാണ്. ഇന്ത്യയിലെ ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? 13ാമത്. പുരുഷ ജനസംഖ്യ 48%, സ്ത്രീ ജനസംഖ്യ 52%. അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട് എന്നതാണ് അർത്ഥമാക്കേണ്ടത്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ്. ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരവുമാണ്. ഓക്കെ അല്ലേ? അപ്പോ മറന്നുപോരുത്, ഇമ്പോർട്ടന്റ് ആണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരുമാണ്. അപ്പോ സാമൂഹികം 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3,34,06,061 പേർ. ഇന്ത്യൻ ജനസംഖ്യയുടെ ആകെയുള്ള ജനസംഖ്യയുടെ 2.76%മാണ് കേരളത്തിലെ ജനസംഖ്യ. ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 13ാമതാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാ? 13ാമതാണ്. പുരുഷന്മാർ 48%, സ്ത്രീകൾ 52%. മറക്കുന്നു പോരുത്, പുരുഷന്മാർ ആകെയുള്ള ജനസംഖ്യയിൽ 48%മാണ് കേരളത്തിലെ പുരുഷന്മാര്, സ്ത്രീകളാകട്ടെ 52%. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്, കുറഞ്ഞത് വയനാട്. ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ ഏതാ? തിരുവനന്തപുരം. ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷനോ തൃശ്ശൂരുമാണ്. അത്യാവശ്യം ചെറിയ കോർപ്പറേഷനാണ് തൃശ്ശൂർ കേട്ടോ. 10 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടെങ്കിലാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ നമ്മൾ കോർപ്പറേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അതും മനസ്സിലുണ്ടാവട്ടെ. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 4.9%. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എപ്പോഴും കണക്കാക്കുന്നത് 10 വർഷത്തേക്കുള്ളതാണ്. ദശാബ്ദ ജനസംഖ്യാ വളർച്ചാ നിരക്കാണ്. എന്ന് പറഞ്ഞാല് ഇതിപ്പോ നമ്മൾ പഠിക്കുന്ന 2011 സെൻസസ് ഡേറ്റയില്ലേ? 2001 സെൻസസിൽ കേരളത്തിലെ ജനസംഖ്യയെ അപേക്ഷിച്ച് 2011 ആയപ്പോ എത്രയായിട്ട് വർദ്ധിച്ചു എന്നാ? 4.9% വർധനവുണ്ടായി. ഇതിനെയാണ് നമ്മൾ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്ന് പറയുക. തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരിക്കലും കേരളത്തിൽ ഓരോ വർഷവും 4.9% കുട്ടികൾ ജനിക്കുന്നു എന്ന് പഠിക്കരുത്. തെറ്റാണ്. 10 വർഷത്തെ കണക്ക് 2001 സെൻസസിനെ അപേക്ഷിച്ച് 2011 ആയപ്പോ എത്ര ശതമാനം വളർച്ചയുണ്ടായി? 4.9% വളർച്ചയുണ്ടായി. ജനസംഖ്യ കൂടി എന്നാ പറയുന്നത്. കേരള ജനസംഖ്യയുടെ പ്രായഘടന അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനസംഖ്യ വേർതിരിക്കാറുണ്ട്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾ 23.44%. 23.44%. 15 മുതൽ 59 വരെ 59 വരെ തൊഴിൽ ചെയ്യുന്ന വിഭാഗം എന്നാണ് നമ്മൾ കണക്കാക്കുക. തൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിന്റെ ജനസംഖ്യ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 64 എന്ന് പറയാം. 63.9% അല്ലെങ്കിൽ 64. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അഥവാ വയോജനങ്ങൾ 12.7%. അപ്പൊ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 23.4% കുട്ടികളാണ്. 15 മുതൽ 59 വയസ്സ് വരെയുള്ള വിഭാഗം അഥവാ തൊഴിൽ ചെയ്യുന്ന വിഭാഗം 63.9%, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് 64 എന്ന് പറയാം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അഥവാ വയോജനങ്ങൾ 12.7%, അഥവാ റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ 13 എന്ന് പറയാം.
ഓക്കെ. 10th ലെവലിലാണെങ്കിൽ റൗണ്ട് ചെയ്ത് ചിലപ്പോൾ 13 ആയിരിക്കും ചോദിക്കുക. ഡിഗ്രി ലെവൽ പരീക്ഷകളിലാണെങ്കിൽ 12.7 എന്ന ഡെസിമൽ നമ്പർ തന്നെ ചോദിച്ചേക്കാം. അതുകൊണ്ട് വ്യക്തമായി തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ കേരളത്തിലെ ജനസംഖ്യയുടെ പ്രായഘടന എങ്ങനെയാണ്? കുട്ടികൾ, അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾ 23.4%, 15 മുതൽ 59 വരെ തൊഴിൽ ചെയ്യുന്ന വിഭാഗം 63.9%, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എത്രയാ? 12.7%. മറക്കില്ലാന്ന് കരുതിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ആണേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്, സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യ സ്ലൈഡിൽ പഠിച്ചത്. എന്തൊക്കെ? കേരളത്തിലെ ആകെ ജനസംഖ്യ 2011 സെൻസസ് പ്രകാരം 3,34,06,061. ആകെയുള്ള ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% മാത്രമാണ് കേരളത്തിലെ ജനസംഖ്യ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 13ാമതാണ്. പുരുഷന്മാർ 48%, സ്ത്രീകൾ 52%. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും കുറഞ്ഞ ജില്ല വയനാടും. ജനസംഖ്യ കൂടിയ കോർപ്പറേഷനോ തിരുവനന്തപുരവും, കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂരും. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 4.9%. കേരളത്തിലെ ജനസംഖ്യയുടെ പ്രായഘടന എന്ന് പറയുന്നത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾ 23.4%, 15 മുതൽ 59 വരെ തൊഴിൽ ചെയ്യുന്ന വിഭാഗം 63.9%, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ 12.7%. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു ജനസംഖ്യ കൂടിയ വില്ലേജ്. ഇടുക്കി ജില്ലയിലെ കണ്ണൻ ദേവൻ ഹിൽസ് വില്ലേജിലാണ്. കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടിയ വില്ലേജ് എന്ന് പറയുന്നത് പ്ലാന്റേഷന് പ്രാധാന്യമുള്ള ഇടുക്കി ജില്ലയിലെ കണ്ണൻ ദേവൻ ഹിൽസ് വില്ലേജിലാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ വില്ലേജ് ഇടുക്കി ജില്ലയിലെ മുളപ്പാറ. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ വില്ലേജ്, ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ മുളപ്പാറ. ജനസംഖ്യ കൂടിയ താലൂക്ക് എന്ന് പറയുന്നത് കോഴിക്കോടും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയുമാണ്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയുമാണ്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നുപോലെ. ഓക്കെ. അപ്പോൾ ജനസംഖ്യ കൂടിയ വില്ലേജ് ഇടുക്കി ജില്ലയിലെ കണ്ണൻ ദേവൻ ഹിൽസ് വില്ലേജ് ആണ്. ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് ഇടുക്കി ജില്ലയിലെ മുളപ്പാറ. ജനസംഖ്യ കൂടിയ താലൂക്ക് എന്ന് പറയുന്നത് കോഴിക്കോടും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയുമാണ്. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത്, ഗ്രാമമല്ല പറയുക, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ. ജനസംഖ്യ ഏറ്റവും കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് കൂടെയായ ഇടമലക്കുടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ അഥവാ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി. അപ്പൊ ജനസംഖ്യ ഏറ്റവും കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ, ഏറ്റവും കുറഞ്ഞ പഞ്ചായത്ത് ഇടമലക്കുടി. ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തും ഏത് തന്നെയാണ്? ഇടമലക്കുടി തന്നെയാണ്. നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. നഗരവാസികൾ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. എന്താണ് നഗരം എന്ന് വിളിക്കുന്നത്? 1,00,000 ജനസംഖ്യയിൽ കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നഗരം എന്ന് വിളിക്കുക. നഗര ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരവും നഗര ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ്. ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതൽ കാണപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ. തിരുവനന്തപുരം ജില്ലയിൽ നഗരപ്രദേശമുണ്ട്, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലും ജനസംഖ്യയുണ്ട്. അതുകൊണ്ട് എണ്ണമെടുക്കുമ്പോൾ തിരുവനന്തപുരമാണ് 1ാം സ്ഥാനത്തെങ്കിലും ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികളുടെ ശതമാന അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം എറണാകുളം. ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവ് ഇവിടെ തന്നെ വയനാട് തന്നെ. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. മുസ്ലിം സമുദായ അംഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. അപ്പൊ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്, മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്, ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളവും. മറക്കില്ലാന്ന് കരുതിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്, പ്രാധാന്യമുണ്ട്. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയിൽ വരുന്നതാണ്. സ്ഥിതി വിവര കണക്കുമായി ബന്ധപ്പെട്ട സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഈ സ്ലൈഡ് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാമോ? എന്തൊക്കെയാണ് നമ്മൾ പറയുക? ജനസംഖ്യ കൂടിയ വില്ലേജ് കണ്ണൻ ദേവൻ ഹിൽസ് വില്ലേജ് ഇടുക്കി. ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് ഇടുക്കി ജില്ലയിലെ മുളപ്പാറ. ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. നഗരവാസികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരവും നഗരവാസികൾ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടും. എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എറണാകുളം ജില്ലയിലും ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ ഏറ്റവും കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത് എവിടെയാണ്? വയനാടുമാണ്.
ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും കുറവ് കാണപ്പെടുന്നത് മലപ്പുറം ജില്ലയിലും ക്രിസ്ത്യാനികൾ കൂടുതൽ കാണപ്പെടുന്നത് എറണാകുളം ജില്ലയിലുമാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഇവിടെ നമ്മൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എണ്ണം. ഓക്കെ, ആകെ വിശ്വാസികളുടെ എണ്ണം, ജനസംഖ്യ എണ്ണമാണ് പറയുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ശതമാന അടിസ്ഥാനത്തിലാണ് കേട്ടോ. ശതമാന അടിസ്ഥാനത്തിലെ മതവിശ്വാസി. ഹിന്ദുക്കൾ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് മലപ്പുറത്താണ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ എവിടെയാ? ആലപ്പുഴയിൽ. ഹിന്ദുക്കൾ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ എവിടെ ആയിരുന്നു? തിരുവനന്തപുരമായിരുന്നു. എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ എവിടെയാ? ആലപ്പുഴയാണ്. മുസ്ലിങ്ങൾ കുറവ്, ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ്, കൂടുതൽ മലപ്പുറവും. ക്രിസ്ത്യാനികൾ കുറവ് മലപ്പുറം ജില്ലയിലാണ്. എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ കൂടുതൽ ഇവിടെ കോട്ടയത്താണ്. അപ്പോൾ ഹിന്ദുക്കൾ ശതമാന അടിസ്ഥാനത്തിൽ കുറവ് മലപ്പുറമാണ്, കൂടുതൽ ആലപ്പുഴ. മുസ്ലിങ്ങൾ ശതമാന അടിസ്ഥാനത്തിൽ കുറവ് പത്തനംതിട്ടയാണ്, കൂടുതൽ മലപ്പുറം. ക്രിസ്ത്യാനികൾ ശതമാന അടിസ്ഥാനത്തിൽ കുറവ് മലപ്പുറമാണ്, കൂടുതൽ കോട്ടയവും. ക്ലിയർ ആണ്. അടുത്ത് പറയുന്നു, പ്രത്യേക സംരക്ഷണം അർഹിക്കുന്ന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ജനസംഖ്യാ കണക്ക് പരിശോധിക്കാം. യെസ്, പട്ടികജാതി പട്ടികവർഗ ജനസംഖ്യ. കേരളത്തിൽ ആകെ ജനസംഖ്യയുടെ 9.1% പട്ടികജാതിക്കാരുണ്ട്, അഥവാ ആദിവാസി വിഭാഗങ്ങളുണ്ട്, അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ST വിഭാഗമുണ്ട്. ആണോ? അല്ല, SC വിഭാഗമുണ്ടെന്ന് നമ്മൾ പറയുക. പട്ടികജാതി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നാണ് പറയേണ്ടത്. SC വിഭാഗം, SC വിഭാഗം. അതനുസരിച്ചാണ് കേരളത്തിലെ നിയമസഭയില് എത്രയുള്ളത്? ആ ജനസംഖ്യ പ്രാതിനിധ്യം അനുസരിച്ച് സംവരണ സീറ്റുകളുണ്ട്. ആകെയുള്ള 140 MLA-മാരിൽ 14 പേർ SC വിഭാഗത്തിൽ നിന്നായിരിക്കണം, 2 പേർ ST വിഭാഗത്തിൽ നിന്നും. അത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ, മറന്നു പോകരുത്. ആകെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 SC സംവരണമുണ്ട് കേരളത്തിൽ. അപ്പോൾ 20 ലോക്സഭ സീറ്റിൽ 2 SC സംവരണമാണ്. 140 MLA-മാരിൽ 14 സീറ്റ് SC സംവരണവും 2 ST സംവരണവുമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര സംവരണ സീറ്റുകളുണ്ട്? 16 സംവരണ സീറ്റുകളുണ്ട്. റിസർവേഷൻ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട് കേട്ടോ. അപ്പൊ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ, SC ജനസംഖ്യ 9.1%. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ എന്ന് പറഞ്ഞാൽ ആദിവാസികൾ, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, കാട്ടിലാണ് അവർ വസിക്കുക അല്ലെ. പട്ടികവർഗക്കാരുടെ ജനസംഖ്യ ആകെ 1.45% മാത്രം. കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 1.45% മാത്രമാണ് പട്ടികവർഗക്കാർ. പട്ടികവർഗക്കാർ അഥവാ കേരളത്തിൽ എത്ര തരം ആദിവാസികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 37 വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങളുണ്ട്. ആ 37 വിഭാഗത്തിലും കൂടെ ആകെ ജനസംഖ്യയുടെ, കേരളത്തിലെ ആകെ ജനസംഖ്യയായ 3,34,06,000 അല്ലെ, 3,34,00,000 നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? 6,061 പേരില് 1.45% മാത്രമാണ് പട്ടികവർഗക്കാർ. പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാടാണ്. ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ളത് വയനാട്ടിലാണ്. ഉണ്ട് പട്ടികവർഗക്കാർ അഥവാ ആദിവാസികൾ അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏറ്റവും കൂടുതലുള്ളത് വയനാട് തന്നെ. പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. കാരണം കേരളത്തിലെ വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയിലെ. വനത്തിലല്ലേ ആദിവാസികൾ ഉണ്ടാകത്തുള്ളൂ. അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ആദിവാസികൾ കുറവുള്ള അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴയും കൂടുതലുള്ള ജില്ല വയനാടുമാണ്. ഇപ്പൊ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. പട്ടികജാതി പട്ടികവർഗ ജനസംഖ്യ. പട്ടികജാതിക്കാരുടെ ജനസംഖ്യ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 9.1%. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ്, കുറവുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാരുടെ ജനസംഖ്യ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 1.45% മാത്രം. പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് വയനാടാണ്, കുറവുള്ള ജില്ല ആലപ്പുഴയും. ഓർമ്മിച്ചേക്കാമോ? ഇനി നമ്മൾ മറ്റ് ചില ഫാക്ട്സ് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നീതി ആയോഗിന്റെ ബഹുമുഖ ദരിദ്ര സൂചിക അനുസരിച്ച്
ബഹുമുഖ ദരിദ്ര സൂചിക എന്ന് പറയുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം ഇതൊക്കെ നീതി ആയോഗിന്റെ ദാരിദ്ര്യ നിർണയ സൂചികകളാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 0.71% മാത്രമാണ് ദരിദ്രർ. എന്നാൽ കേരളത്തിലെ, അതായത് കേരള സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത് 11.3%. അതെന്താണ് സാറേ വ്യത്യാസം എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. രണ്ടും ഒന്നായിട്ടല്ലേ വരേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറയണേ, കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് ദാരിദ്ര്യ നിർണയത്തിന് ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ് നിർണ്ണയിക്കുക. അതിലെ ഭക്ഷണത്തിന്റെ തോത്, വിദ്യാഭ്യാസം, ആരോഗ്യം, ആരോഗ്യ സേവനങ്ങള്, പാർപ്പിടം ഇതൊക്കെ കൺസിഡർ ചെയ്യും. പക്ഷെ കേരളത്തില് അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ലിബറലാണ്. ആ ലിബറൽ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് റോസ് റേഷൻ കാർഡ് അനുവദിക്കുക, അഥവാ പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കുക. നിങ്ങളെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ മതി, ഒരു ടെറസ് വീടുണ്ടെങ്കിൽ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം അവൻ ആരാണ്? ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. അവന് ദാരിദ്ര്യമില്ല. 4 ചക്രങ്ങളുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. അങ്ങനെ കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ടെറസ് വീടുള്ള എല്ലാവരെയും നമുക്ക് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാക്കാൻ പറ്റുമോ? ഇല്ല. സർക്കാർ തന്നെ നിർമ്മിച്ചു നൽകുന്ന വീടുകളെല്ലാം തന്നെ കോൺക്രീറ്റ് ടെറസ് വീടുകളാണ്. അപ്പോ കേരളത്തിന്റെ കണക്കനുസരിച്ച് അവരെയും എന്തേ കണക്കാക്കും? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായി കണക്കാക്കും. അപ്പൊ 2 സൂചികയുടെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസമാണ്. എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെ ദാരിദ്ര്യം കുറവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇന്ത്യയില് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ആകെ ജനസംഖ്യയുടെ 0.71% ദാരിദ്ര്യം, അല്ലെങ്കിൽ ദാരിദ്ര്യക്ക് താഴെയുള്ളവർ. എന്നാൽ കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് കേരള സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം 11.3% ദരിദ്രർ. ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. ചിലപ്പോൾ നമ്മൾ എവിടെയെന്ന് വിചാരിച്ചേക്കും, വയനാടെന്ന് വിചാരിച്ചേക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. ഓക്കെ. ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളവും. ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടും ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളവുമാണ്. കൃത്യമായിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ വയനാടെന്ന് വിചാരിച്ചു പോകും. അല്ല, ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്, ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളവുമാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞത് നെഗറ്റീവിലേക്ക് പോയ ജില്ലയാണ് പത്തനംതിട്ട. 2001 അപേക്ഷിച്ച് 2011 സെൻസസ് ആയപ്പോൾ ജനസംഖ്യ കുറഞ്ഞുപോയി, നെഗറ്റീവിലേക്ക് പോയി. ബാക്കി എല്ലാ ജില്ലകളിലും കൂടുകയാണ് ചെയ്തത്. ഇത് പത്തനംതിട്ട ജില്ല നെഗറ്റീവിലേക്ക് പോയി എന്ന് പറഞ്ഞ പോലെ കുട്ടികൾ ജനിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. 2001 ആകെ ജനസംഖ്യ അപേക്ഷിച്ച് 2011 ആയപ്പോൾ ജനസംഖ്യ കുറഞ്ഞു. ജനനമൊക്കെ നടക്കുന്നുണ്ട്, പലരും എന്ത് ചെയ്തു? മൈഗ്രേറ്റ് ചെയ്തു എന്നതുകൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട പലരും വിദേശത്തേക്ക് പോയി എന്നതാണ് കണക്കിൽ എന്ത് ചെയ്യുക പ്രതിപാദിക്കുന്നത് കേട്ടോ. സ്ത്രീ പുരുഷാനുപാതത്തിൽ 1-ാം സ്ഥാനം കേരളമാണ്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നതാണ് കണക്ക്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നതാണ് കണക്ക്. സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ്. 1000 പുരുഷന്മാർക്ക് 1136 സ്ത്രീകൾ. 1000 പുരുഷന്മാർക്ക് 1136 സ്ത്രീകൾ. ഏറ്റവും കുറവ് സ്ത്രീ പുരുഷാനുപാതമുള്ള ജില്ല ഇടുക്കിയാണ്. 1000 പുരുഷന്മാർക്ക് 1006 സ്ത്രീകൾ. 1000 പുരുഷന്മാർക്ക് 1006 സ്ത്രീകൾ. ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ കേരളം 3-ാമതാണ്. ജനസംഖ്യ 13-ാമതാണെങ്കിൽ ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ കേരളം എത്രാമതാ? 3-ാമതാണ്. കേരളത്തിലെ ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 1 കിലോമീറ്റർ സ്ക്വയറിൽ 860 പേർ എന്നതാണ് കണക്ക്. ഇവിടെ കുട്ടികളൊന്നും മുതിർന്നവരെന്നും എല്ലാവരെയും പരിഗണിക്കും കേട്ടോ. ജനസാന്ദ്രത എടുക്കുമ്പോൾ കുട്ടികളും മുതിർന്നവരും വയോജനങ്ങളെല്ലാം ഉൾപ്പെടെ ഒരു ചതുരശ്ര കിലോമീറ്ററിലെ ശരാശരി 860 എന്നതാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരവും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. മറക്കില്ലല്ലോ. അപ്പൊ നീതി ആയോഗിന്റെ ആദ്യത്തെ ബഹുമുഖ ദരിദ്ര സൂചിക അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 0.71% ദരിദ്രം.
എന്നാൽ കേരള സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത് ആകെ ജനസംഖ്യയുടെ 11.3% ദരിദ്രരാണ്. ദാരിദ്ര്യം കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. ദാരിദ്ര്യം കുറവുള്ള ജില്ല എറണാകുളം. കാരണം കേരളത്തിലെ ആകെ വ്യവസായത്തിന്റെ 25% കേന്ദ്രീകരിച്ചിരിക്കുന്നത് എറണാകുളത്താണ്. സർവീസ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ജോലി അവസരങ്ങളുള്ളത് എറണാകുളത്ത് തന്നെ. അതുകൊണ്ടായിരിക്കാം. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞത് പത്തനംതിട്ട. സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒന്നാം സ്ഥാനം കേരളമാണ്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. അപ്പോ സ്ത്രീ പുരുഷ അനുപാതം കണക്കാക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്കാണ്. കേരളത്തിലും ഇന്ത്യയിലും പൊതുവായിട്ട് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നതാണ് സ്ത്രീ പുരുഷാനുപാതം നിശ്ചയിക്കുന്നത്. കേട്ടോ, സ്ത്രീ പുരുഷാനുപാതം കേരളത്തിൽ ഏറ്റവും കൂടിയ ജില്ല കണ്ണൂരാണ്. 1000 പുരുഷന്മാർക്ക് 1136 സ്ത്രീകൾ. കുറവ് ഇടുക്കി ജില്ലയിലാണ്. 1000 പുരുഷന്മാർക്ക് 1006 സ്ത്രീകൾ. ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ കേരളം 3-ാം സ്ഥാനത്താണ്. ചതുരശ്ര കിലോമീറ്ററിൽ 860 പേർ. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. ഇനി പറയുന്നത് അന്തർദേശീയ തലത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കണക്കാക്കുന്ന മിക്കവാറും ഒക്കെ ചോദിക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കണക്കാക്കുന്നത് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളെന്നല്ലേ. എന്നാൽ അന്തർദേശീയ തലത്തിൽ ശരാശരി ലിംഗാനുപാതം സ്ത്രീ പുരുഷാനുപാതം കണക്കാക്കുന്നത് 100 സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാർ എന്നതാണ്. 100 സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാർ. ഓക്കെ, ലോക ജനസംഖ്യയുടെ ശരാശരി ലിംഗാനുപാതം എന്ന് പറയുന്നത് 100 സ്ത്രീകൾക്ക് 102 പുരുഷന്മാർ എന്നതാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും പരിഗണിച്ചു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷാനുപാതം അതല്ലെങ്കിൽ ലിംഗാനുപാതം 100 സ്ത്രീകൾക്ക് 102 പുരുഷന്മാർ എന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കൂടുതലുള്ളത് എന്നർത്ഥം. ഉയർന്ന ലിംഗാനുപാതമുള്ള രാജ്യം ലാറ്റ്വിയ. ഇവിടെ നമ്പറിന്റെ വലിപ്പമല്ല നിങ്ങൾ നോക്കേണ്ടത്, സ്ത്രീകളുടെ എണ്ണമാണ് നോക്കേണ്ടത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ലിംഗാനുപാതമുള്ള രാജ്യം ലാറ്റ്വിയ അല്ലെങ്കിൽ ലാത്വിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ 100 സ്ത്രീകൾക്ക് 85 പുരുഷന്മാർ എന്നതാണ് കണക്ക്. പുരുഷന്മാര് സ്ത്രീകളെക്കാൾ കുറവാണ്. 100 സ്ത്രീകൾക്ക് 85 പുരുഷന്മാർ. സ്ത്രീകൾ കൂടുതലാണെങ്കിലേ ഉയർന്ന ലിംഗാനുപാതം എന്ന് നമ്മൾ പറയത്തുള്ളൂ. നമ്പർ നോക്കരുത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളാണ് കൂടുതൽ എന്നതാണെങ്കിൽ ഉയർന്ന ലിംഗാനുപാതം, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കുറവാണെങ്കിൽ താഴ്ന്ന ലിംഗാനുപാതം. എപ്പോഴും ബേസ് എന്ന് പറയുന്നത് 100 സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാരെന്നാണ് പ്രതിപാദിച്ച് നിർവചിക്കുക. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതം ഖത്തറിലാണ്. 100 സ്ത്രീകൾക്ക് 311 പുരുഷന്മാർ. അവിടെ പുരുഷന്മാർ കൂടുതലല്ലേ. അപ്പൊ ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതം ഖത്തറിലാണ്. 100 സ്ത്രീകൾക്ക് 311 പുരുഷന്മാർ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ലോക ജനസംഖ്യയുടെ ശരാശരി ലിംഗാനുപാതം 100 സ്ത്രീകൾക്ക് 102 പുരുഷന്മാർ. ലോകത്തിലെ ഉയർന്ന ലിംഗാനുപാതമുള്ള രാജ്യം ലാറ്റ്വിയ അല്ലെങ്കിൽ ലാത്വിയാണ്. 100 സ്ത്രീകൾക്ക് 85 പുരുഷന്മാർ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതം ഖത്തറിലാണ്. 100 സ്ത്രീകൾക്ക് 311 പുരുഷന്മാരും 100 സ്ത്രീകൾക്ക് 311 പുരുഷന്മാരും. ഓർമ്മിച്ചേക്കാമോ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. യെസ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രത്യേക സംരക്ഷണം ആവശ്യമായി വരുന്ന സാമൂഹിക സാമ്പത്തിക ദുർബല വിഭാഗം, അതായത് SC/ST വിഭാഗത്തെക്കുറിച്ച് ജനസംഖ്യയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ആധികാരികമായി നമ്മൾ പഠിക്കുന്നു. ഓക്കെ, എന്തൊക്കെയാ? സാമൂഹിക സാമ്പത്തിക ദുർബല വിഭാഗം. കേരളത്തിൽ പട്ടികജാതി ജനസംഖ്യ 9.1%. എന്നാൽ പട്ടികജാതി സാക്ഷരത നിരക്കോ 88.7%. പട്ടികജാതി തൊഴിലില്ലായ്മ നിരക്കോ 41%. ആകെയുള്ളത് 41% പേർക്ക് എന്തില്ല? തൊഴിലില്ല. പട്ടികജാതി ദാരിദ്ര്യ നിരക്ക് 57.66%. കേരള സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് പോലും ദാരിദ്ര്യം എത്രയാണ്? നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 0.71 ആണ്. എന്നാൽ കേരള സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത് 11.3%. ആ കേരളത്തിലെ തന്നെ പട്ടികജാതിക്കാരുടെ ദാരിദ്ര്യ നിരക്ക് എത്രയാ? 57.66%. അപ്പൊ കേരളത്തിലെ പട്ടികജാതി ജനസംഖ്യ 9.1%. ആ പട്ടികജാതി ജനസംഖ്യയിൽ സാക്ഷരതാ നിരക്ക്, അതായത് ഏതെങ്കിലും ഒരു ഭാഷ എഴുതുവാനും വായിക്കുവാനും അറിയാം, അതാണ് സാക്ഷരത. അല്ലാതെ സ്കൂളിൽ പോയി പഠിക്കണമെന്നോ 4ാം ക്ലാസ് ജയിക്കണമെന്നോ 10ാം ക്ലാസ് ജയിക്കണമെന്നല്ല. ഏതെങ്കിലും ഒരു ഭാഷ എഴുതുവാനും വായിക്കുവാനും അറിയാമെങ്കിൽ സാക്ഷരതയുണ്ട് എന്ന് കണക്കാക്കും. പട്ടികജാതി സാക്ഷരതാ നിരക്ക് 88.7%. പട്ടികജാതി തൊഴിലില്ലായ്മ നിരക്ക് 41%.
കേരളത്തിലെ പട്ടികജാതി ദാരിദ്ര്യ നിരക്ക് 57.66%. ഇനി പട്ടികവർഗങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ പട്ടികവർഗ ജനസംഖ്യ എന്ന് പറയുന്നത് 1.45%. പട്ടികവർഗ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 74.44%. 74.44%. പട്ടികവർഗ തൊഴിലില്ലായ്മ നിരക്ക്, പട്ടികവർഗത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 30.27%. ദാരിദ്ര്യ നിരക്കാണെങ്കിലോ 61.68%. പട്ടികജാതി വിഭാഗത്തെക്കാൾ തൊഴിലില്ലായ്മ നിരക്ക് കുറവാണല്ലോ സാറേ. പട്ടികജാതിക്കാര് ആണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ജോലിയില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. പട്ടികവർഗ്ഗക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? വനവിഭവങ്ങളെങ്കിലും അവർ ശേഖരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം മാത്രം അവിടെ വരിക. പട്ടികജാതി തൊഴിലില്ലായ്മ നിരക്ക് 41%, എന്നാൽ പട്ടികവർഗ തൊഴിലില്ലായ്മ നിരക്ക് 30.27%. പട്ടികവർഗ ദാരിദ്ര്യ നിരക്ക് പട്ടികജാതിയേക്കാൾ കൂടുതലാണ്, 61.68%. 61.68%. മറക്കില്ലാലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കുറേ ഫാക്ട്സ് ആണ്, കുറേ നമ്പേഴ്സ് ആണ്. അത് റിവിഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് ഇവിടെ ആദ്യത്തെ പാർട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, റിവിഷൻ ചെയ്യാം. സാമൂഹികം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ 3,34,06,061 പേരാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% കേരളത്തിലെ ജനസംഖ്യ. ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 13ാമതാണ്. പുരുഷ ജനസംഖ്യ 48%, സ്ത്രീ ജനസംഖ്യ 52%. ജനസംഖ്യ കൂടിയ ജില്ല എന്ന് പറയുന്നത് മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്, ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.9%. കേരള ജനസംഖ്യയുടെ പ്രായഘടന താഴെ പറയുന്നതുമാണ്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രായഘടന എത്ര ശതമാനം പേരുണ്ട്? 23.4%. 15 മുതൽ 59 വയസ്സ് വരെയുള്ളവർ അഥവാ തൊഴിൽ ചെയ്യുന്ന വിഭാഗം 63.9%. 60 വയസ്സിന് മേൽ പ്രായമുള്ളവർ അഥവാ വയോജനങ്ങൾ 12.7%. കേരളത്തില് ജനസംഖ്യ കൂടിയ വില്ലേജ് ഇടുക്കി ജില്ലയിലെ കണ്ണന്തവൻ ഹിൽസ് വില്ലേജ് ആണ്. ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് ഇടുക്കി ജില്ലയിലെ മുളാപ്പാറയും. ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി. നഗരവാസികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരവും നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എറണാകുളം ജില്ലയിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് വയനാട്. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. മുസ്ലിങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മലപ്പുറം ജില്ലയിലാണ്. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ. ശതമാനാടിസ്ഥാനത്തിലെ മതവിശ്വാസികൾ. ഹിന്ദുക്കൾ ഏറ്റവും കുറവ്, ശതമാനാടിസ്ഥാനത്തിൽ കുറവ് മലപ്പുറം ജില്ലയിലും ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ ആലപ്പുഴ ജില്ലയിലും. മുസ്ലിങ്ങൾ ശതമാനാടിസ്ഥാനത്തിൽ കുറവ് പത്തനംതിട്ട ജില്ലയിലും കൂടുതൽ മലപ്പുറം ജില്ലയിലും. ക്രിസ്ത്യാനികൾ ശതമാനാടിസ്ഥാനത്തിൽ കുറവ് മലപ്പുറം ജില്ലയിലും ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ കോട്ടയം ജില്ലയിലുമാണ്. ഇനി പ്രത്യേക സംരക്ഷണ വിഭാഗമായ SC/ST വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. പട്ടികജാതി പട്ടികവർഗ ജനസംഖ്യ. കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 9.1% പട്ടികജാതിക്കാരുടെ ജനസംഖ്യ. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാടും കുറവുള്ള ജില്ല വയനാടും. പട്ടികവർഗ ജനസംഖ്യ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 1.45% മാത്രം. പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാടും കുറവുള്ള ജില്ല ആലപ്പുഴയുമാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ MLA-മാരുടെ സംവരണം തീരുമാനിക്കുക. കേരള നിയമസഭാംഗങ്ങളുടെ സംവരണ സീറ്റുകൾ 16 അതിൽ 14 SC വിഭാഗത്തിനും 2 ST വിഭാഗത്തിനും. കേരളത്തിൽ നിന്ന് 20 ലോക്സഭാ സീറ്റുകളുണ്ട്, അതിൽ 2 സംവരണ വാർഡുകളാണ്, അത് രണ്ടും SC സംവരണമാണ്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ST വിഭാഗത്തിന് സംവരണ സീറ്റില്ല. സംസ്ഥാന നിയമസഭയിലേക്ക് ST വിഭാഗത്തിന് സംവരണമുണ്ട്, 2 സീറ്റുകൾ. ഓക്കെ അല്ലേ? നീതി ആയോഗിന്റെ ആദ്യത്തെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം കേവലം 0.71% മാത്രം. കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് കേരള സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം 11.3%. ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്, ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളം. ജനസംഖ്യ വളർച്ച നിരക്ക് കൂടിയ ജില്ല മലപ്പുറമാണ്, കുറഞ്ഞത് പത്തനംതിട്ടയും.
സ്ത്രീ പുരുഷ അനുപാതത്തിൽ 1-ാം സ്ഥാനം കേരളമാണ്. 1084 സ്ത്രീകൾ, 1000 പുരുഷന്മാർ. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരിനാണ്. 1136 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ. കുറവ് ഇടുക്കി ജില്ലയിലാണ്. 1006 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ. 1000 പുരുഷന്മാർ എന്നതാണ് ബേസ്. ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ കേരളം 3-ാം സ്ഥാനത്താണ്. ചതുരശ്ര കിലോമീറ്ററിൽ 860 പേരാണ് താമസിക്കുന്നത്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും കുറഞ്ഞത് ഇടുക്കി ജില്ലയിലുമാണ്. ഇനി അന്തർദേശീയ തലത്തിലെ സ്ത്രീ പുരുഷാനുപാതം അല്ലെങ്കിൽ ലിംഗാനുപാതം പരിശോധിക്കാം. അന്തർദേശീയ തലത്തിൽ 100 സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാരെന്നാണ് കണക്ക്. ലോക ജനസംഖ്യയുടെ ശരാശരി ലിംഗാനുപാതം 100 സ്ത്രീകൾക്ക് 102 പുരുഷന്മാരെന്നാണ്. ലോകത്തിലെ ഉയർന്ന ലിംഗാനുപാതമുള്ള രാജ്യം ലാറ്റ്വിയ. 100 സ്ത്രീകൾക്ക് 85 പുരുഷന്മാർ. അവിടെ സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ, അല്ലെ? ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതം ഖത്തറിലാണ്. 100 സ്ത്രീകൾക്ക് 311 പുരുഷന്മാർ. 100 സ്ത്രീകൾക്ക് 311 പുരുഷന്മാർ. ഓർമ്മിച്ചേക്കാമോ? മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഇനി സാമൂഹിക ദുർബല വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ പരിശോധിക്കാം. കേരളത്തിൽ പട്ടികജാതി ജനസംഖ്യ 9.1%. പട്ടികജാതി സാക്ഷരതാ നിരക്കോ 88.70%. പട്ടികജാതി തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 41%. പട്ടികജാതി ദാരിദ്ര്യ നിരക്ക് 57.66%. കേരളത്തിലെ പട്ടികവർഗ ജനസംഖ്യ 1.45%. പട്ടികവർഗ സാക്ഷരതാ നിരക്ക് 74.44%. 74.44%. പട്ടികവർഗ തൊഴിലില്ലായ്മ നിരക്ക് 30.27%. പട്ടികവർഗ ദാരിദ്ര്യ നിരക്ക് 61.68%. മറക്കില്ലല്ലോ. യെസ്. അപ്പോ ഇത് ഇത്രയും നിങ്ങൾ കൃത്യമായി പഠിച്ചു വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ചെറിയൊരു ക്ലാസ് ആയിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, മൊത്തം സ്ഥിതിവിവര കണക്കാണ്. അത് കൃത്യമായി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെൻസസുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി പഠിക്കുവാനുള്ളത് പ്രധാനമായിട്ടും സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ മേഖല, ഓരോ മേഖലയും വ്യക്തമായിട്ട് തന്നെ നമ്മൾ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ബൈ ബൈ.